പ്രൈസ് ദ ലോർഡ്. സ്വർഗസ്ഥ പിതാവിന് സകല മഹത്വവും കരയറ്റുന്നു. എൻ്റെ പ്രിയരെല്ലാം സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധാനത്തിലിരുന്ന് എത്ര അവൻ്റെ വചനം കേട്ടാലും നമുക്ക് മതി വരില്ല അല്ലേ? ഓരോ ദിവസവും പുതിയ ചിന്തകൾ തന്ന് പുതിയ അനുഭവത്തിൻ്റെ ഉടമസ്ഥരാക്കി ഈ മരുഭൂമി യാത്ര കഴിച്ചുകൂട്ടി നിത്യയിലെത്തും വരെയും സാന്നിധ്യം തരുന്ന, സാമീപ്യം തരുന്ന ആ കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് നമുക്ക് ദിവസങ്ങളായിരിക്കാം. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 9-11. അക്കാലത്ത് യേശു ഗലീലെ നസ്രത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. ജീസസ് നോസ് വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ലവ്ഡ്. സ്നേഹിക്കപ്പെടുമ്പോൾ നാം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ളത് യേശു കർത്താവിന് അതും നന്നായി അറിയാം. നമ്മളെ സാഡായിരിക്കുമ്പോൾ, നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നമ്മൾ വഞ്ചിക്കപ്പെടുമ്പോൾ, നമ്മൾ ടയേർഡായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വികാരം എങ്ങനെയായിരിക്കുമെന്ന് ദൈവത്തിനറിയാം. കാരണം താൻ അതിൽ കൂടിയൊക്കെ കടന്നുപോയ വ്യക്തിയാണ് അവൻ. ദൈവമായി ഞാൻ സമ്മതിച്ചു ഈ ഹാർഡ്ഷിപ്സിൽ കൂടെ ഒക്കെ പോകാനായിട്ട് അവൻ തന്നെ തിരഞ്ഞെടുത്തതാണ്. തന്നെയല്ല, ഈ മഹാപുരോഹിതന് അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോയവരെ നല്ലവണ്ണം മനസ്സിലാക്കിയെടുക്കേണ്ടതിനും കൂടെ അത് ഏറ്റവും പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് നാം സിമിലറായിട്ടുള്ള സംഗതികളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നാം ഫീൽ ചെയ്യുമ്പോൾ, അനുഭവിക്കുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, യേശു കർത്താവും കുഞ്ഞെ നീ പറയുന്നതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കൂടെ പോയതാണ്, അനുഭവിച്ചതാണ്. താൻ ഈ ഭൂമിയിൽ ജീവിച്ചത് ഒരു മനുഷ്യനായിട്ടാണ്. നിങ്ങളും ഞാനും ഒക്കെ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ. അതുകൊണ്ട് അവൻ എന്തൊക്കെ ഈ ലോകം വെച്ച് നീട്ടിയോ അതെല്ലാം ഈ ലോകം നമുക്ക് നേരെയും വെച്ച് നീട്ടും. യേശുവിന് അറിയാം തൻ്റെ പിതാവ്, സ്വർഗീയ പിതാവ് തന്നെ അധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഓഫ് കോഴ്സ് ഗോഡ് ലവ്സ് ജീസസ്. ലുക്ക് അറ്റ് ഓൾ ദ അമേസിങ് തിങ്സ് ജീസസ് ഡിഡ് വൈൽ ഹി വാസ് ഓൺ എർത്ത്. എന്തെല്ലാം അത്ഭുതങ്ങളാണ് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തല്ലേ. യേശു പല ഇൻക്രെഡിബിളായിട്ടുള്ള സംഗതികൾ ചെയ്തു. രോഗികൾ, വളരെ ആഴത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയൊക്കെ എൻ്റെ യേശു സൗഖ്യമാക്കി. കണ്ണുപൊട്ടന് സൈറ്റ് കാഴ്ച കൊടുത്തു. എന്തിനേറെ, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ദൈവം അവനെ സ്നേഹിച്ചത്. ദൈവം യേശു ചെയ്ത നല്ല പ്രവൃത്തിയൊക്കെ കട്ടോട്ടല്ല ദൈവം യേശുവിനെ സ്നേഹിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു മിറക്കിൾ പോലും യേശു ചെയ്യുന്നതിന് മുമ്പ് യോർദാൻ നദീതടത്തിൽ കേട്ടൊരു ശബ്ദമുണ്ട്, നീ എൻ്റെ പുത്രൻ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എൻ്റെ പുത്രൻ. അല്ലേ? ദൈവം അത് സംസാരിച്ചപ്പോൾ യേശു ഒരു കാര്യവും സ്പെക്ടാക്കുലറായിട്ടുള്ളത് ചെയ്തിട്ടില്ല. നോട്ട് വൺ തിങ്. ഒരു പുൽത്തൊട്ടിയിൽ താൻ ജനിച്ചു, ഒരു ദരിദ്ര കുടുംബത്തിൽ താൻ വളർന്നു, തൻ്റെ ഈ ഭൂമിയിലെ പിതാവിൽ നിന്ന് ഒരു തൊഴിൽ താൻ അഭ്യസിച്ചു.
എന്തുവായിരുന്നു അത്? കാർപ്പൻട്രി അല്ലേ? തന്നെ പിതാവൊന്ന് സ്നേഹിക്കപ്പെടുവാൻ, പിതാവിനാൽ താനൊന്ന് സ്നേഹിക്കപ്പെടുവാൻ താൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ദൈവം നമ്മയും സ്നേഹിക്കുക അല്ലേ? എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്? ഞാൻ പറയട്ടെ, He loves you because He created you. വെറുതെ കേട്ടു പോകാതെ ഈ ഡിവോഷണൽ സ്റ്റഡി കേൾക്കുന്ന നിങ്ങളെ തന്നെ ഒന്ന് നോക്കിക്കേ, നിങ്ങളെ തന്നെ ഒന്ന് ഓർത്തേ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ യേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ടോളല്ലേ? എന്നെ ഈ ഭൂമിയിൽ, എന്നെ ഈ രാജ്യത്ത്, എന്നെ ഈ ദേശത്ത്, എന്നെ ഈ ഭവനത്തിൽ ആക്കി വച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ അവനെന്നെ കാണുന്നുണ്ട്, എൻ്റെ വികാരങ്ങൾ കാണുന്നുണ്ട്. എന്നെ അവൻ സൃഷ്ടിച്ചിരിക്കുക, ഇവിടെ ആക്കി വച്ചിരിക്കുക. അവനെന്നെ സ്നേഹിക്കുന്നു, അവനെന്നെ സ്നേഹിക്കുന്നു. ദൈവപൈതലേ, ആ സത്യം ഇന്ന് രാവിലെ കാലം ഒന്ന് വിശ്വസിക്കൂ. നീ ഒരു നല്ല സ്റ്റുഡൻ്റ് ആയതുകൊണ്ടോ, ഒരു സ്റ്റാർ അത്ലറ്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല അവൻ നിന്നെ സ്നേഹിക്കുന്നത്. നീ നിൻ്റെ സഹോദരങ്ങളോടൊക്കെ നല്ലതായിട്ട് പെരുമാറുന്നതൊക്കെ കണ്ടുകൊണ്ടല്ല യേശു നിന്നെ സ്നേഹിക്കുന്നത്. കുഞ്ഞെ, നീ ചർച്ചിൽ പോകുന്നതുകൊണ്ടല്ല യേശു നിന്നെ സ്നേഹിക്കുന്നത്. നീ മെസ്സപ്പാക്കാറില്ലേ പല കാര്യങ്ങളും? നീ തെറ്റുകൾ ചെയ്യാറില്ലേ? നീ ചില ബാഡ് ചോയ്സസൊക്കെ നിൻ്റെ ജീവിതത്തിൽ എടുക്കാറില്ലേ? അപ്പോഴും ദൈവം നിന്നെ സ്നേഹിക്കുക. ദൈവം എങ്ങനെ തൻ്റെ പുത്രനായ യേശുവിനെ സ്നേഹിച്ചോ അതുപോലെ അവൻ നിന്നെ സ്നേഹിക്കുക. പ്രൈസ് ഗോഡ്. അവൻ നിന്നെ സൃഷ്ടിച്ചു. നീ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ അവൻ നിന്നെ സൃഷ്ടിച്ചു. പ്രൈസ് ഗോഡ്. ആ ദൈവം വിശ്വസ്തനാകട്ടോ. ആ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ വിട്ട് കളയത്തില്ല. അന്ത്യം വരെയും നിന്നെ പോറ്റി പുലർത്തും. ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? എൻ്റെ പേരവനറിയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ആഴം അവൻ നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ കാണിച്ചു തന്നു? അവൻ്റെ മരണവും. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മരണവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും എല്ലാം അവൻ ആർക്ക് വേണ്ടി ചെയ്തു? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തു അല്ലേ? യേശു ഫുള്ളി ഡിവൈന, ഓൾ നോയിങ്, ഓൾ പ്രസൻറ്റ്, ഓൾ പവർഫുൾ. പക്ഷേ ഭൂമിയിലായിരുന്ന 33 വയസ്സ് വരെയും അവൻ ഓൾ ഹ്യൂമനുമായിരുന്നു. ആരൊക്കെ അവനെ വിശ്വസിക്കുന്നു അവരുടെ ഹൃദയത്തിലേക്ക് അവൻ വന്നു. അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ മരണത്തിൻ്റെയും സംശയത്തിൻ്റെയും ആ മേഘങ്ങളെ യേശു കർത്താവ് മാറ്റി. നാം ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരായിട്ട്, സേവ്ഡ് ബൈ ഹിം. ഒരു ഐഡിയ കൊണ്ട് സേവ്ഡ് ആയതല്ല, ഒരു ഡോക്ട്രിൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചർച്ച് മെമ്പർഷിപ്പ് കൊണ്ട് ഒന്നും രക്ഷയിലേക്ക് വന്നതല്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, അവൻ നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് നാം രക്ഷയുടെ മാർഗം പ്രാപിപ്പാൻ്റെ കൊണ്ടം ഇടയായത്. ഒന്നോർത്ത് നോക്കിക്കേ, ഈ അഖിലാണ്ടത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ വസിക്കുക. നമ്മുടെ അടുക്കൽ അവനിപ്പോൾ ഉണ്ട്. അവൻ്റെ സ്നേഹവും ഒരിക്കലും മാറിപ്പോകുന്നതല്ല. അവൻ്റെ ശക്തി ഒരിക്കലും മാറിപ്പോകുന്നതല്ല. നാം എന്തൊക്കെ സംഗതികളെ ഫേസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എൻ്റെ യേശുവും ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ അനുഭവിച്ചതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, കോമൺ കാര്യങ്ങൾ യേശു കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്.
എന്നാൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പ് നമ്മൾ തന്നെ താഴ്ത്തി കൊടുത്ത് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ നമുക്കായിരിക്കാം, കണ്ണുകടയ്ക്കാൻ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെ അറിയുന്ന നല്ല ദൈവമേ, ഞങ്ങളെ ഓർക്കുന്ന ദൈവമേ, എല്ലാ കാര്യങ്ങളും ആരംഭവും അവസാനവും അറിയുന്ന കർത്താവിൻ്റെ പേരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നന്ദിയുള്ളവരായി ജീവിപ്പാൻ, ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും ജീവിപ്പാൻ എല്ലാം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, വീതി, ഉയരം, നീളം അത് മനസ്സിലാക്കി ദൈവവുമായ ഒരു ഇൻറ്റിമസി പുലർത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.